ശ്രീ ഒരു എഞ്ചിൻ കേണൽ ഫെയിലിയർ. ഡിന്നി, താങ്കളും ഇതേ രീതിയിലുള്ള ഒരു അനുമാനത്തിലാണോ ഉള്ളത്? ഇപ്പോൾ ബോയിങ് വിമാനങ്ങൾ ഈ രീതിയിൽ അപകടത്തിൽപ്പെടുക എന്നുള്ളത് അത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണല്ലോ. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഒരു കാര്യത്തിൽ ഒരു ഇതിൽ യാതൊരു സംശയമില്ല. ബോയിങ് ഈ ഒരു പർട്ടിക്കുലർ ഡ്രീം ലൈനർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എയർലൈൻ ആണ്. അത് അതിന്റെ തന്നെ ഏറ്റവും 10, 11, 12 വർഷം മാത്രമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ ഒരു പഴക്കമുള്ള എയർക്രാഫ്റ്റ് അല്ല. പക്ഷെ ചില കാര്യങ്ങൾ ഒരു സെക്കൻഡ്, നമ്മളിപ്പോൾ എഴുതി കാണിക്കുന്ന എല്ലാവരും മരിച്ചെന്ന് സ്ഥിരീകരണമുണ്ട്. അങ്ങനെയല്ല, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ അപകടത്തിൽ രക്ഷപ്പെട്ട ആളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിന്റെ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ശരി ഡിന്നി. നമ്മൾ ഞാനൊരു ഏവിയേഷൻ എക്സ്പെർട്ട് അല്ല, പക്ഷെ ചില ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു ചില കാര്യങ്ങൾ നമുക്ക് ആ വിഷ്വൽസ് നിന്ന് കാണുമ്പം ധാരാളം ചോദ്യങ്ങളും പുറത്തു വരുന്നത്. ഒന്ന്, ഈ രണ്ട് എഞ്ചിനും നേരത്തെ ശ്രീ രഘുനാഥ് സാറും പറഞ്ഞ പോലെ ഈ എയർക്രാഫ്റ്റിനകത്ത് ഒരു എഞ്ചിൻ ഫെയിൽ ആവുകയാണെങ്കിലും ഒറ്റ എഞ്ചിൻ കൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് പേലോഡും വെച്ച് അവർക്ക് മൊത്തം എല്ലാ സ്ഥലത്ത് പോയി തിരിച്ചു വരാൻ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ശേഷിയുള്ള ഒരു എയർക്രാഫ്റ്റ് ആണത്. അപ്പോൾ രണ്ട് എഞ്ചിനും, അതും സെക്കൻഡ്സ് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡ്സിനുള്ളിൽ തന്നെ രണ്ട് എഞ്ചിനും ഫെയിൽ ആവുക എന്ന് പറഞ്ഞത് അത് വളരെ വലിയൊരു ചോദ്യമാണ്. അത് എങ്ങനെ പറ്റി എന്നുള്ളത്. കാരണം അത് 1 in a billion എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ചാൻസസ് മുൻകാലങ്ങളിൽ എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് അപ്പോഴും തന്നെ രണ്ടെണ്ണവും പോകുന്നത്. ഡ്യൂറിങ് ഫ്ലൈറ്റിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു എഞ്ചിൻ ചീത്തായി കുറെ കഴിഞ്ഞപ്പോൾ മറ്റേ എഞ്ചിൻ ചീത്ത അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരേ സമയത്ത് രണ്ട് എഞ്ചിനും അതും ടേക്ക് ഓഫ് ചെയ്യുന്ന 625 ഫീറ്റിൽ മുകളിൽ തന്നെ ഇതെല്ലാം പറ്റുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ അതിന്റെ ലാൻഡിങ് ഗിയർ. ആ ലാൻഡിങ് ഗിയറും സാധാരണ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അകത്തോട്ട് പോകേണ്ടതാണ്. ഇതിനകത്ത് അത് ക്രാഷ് ചെയ്യുന്ന സമയത്ത് വരെ ആ ലാൻഡിങ് ഗിയർ മുകളിലോട്ട് പോയിട്ടില്ല. അപ്പൊ അതെങ്ങനെയാണ് സ്റ്റക്ക് ആയെന്നുള്ളതാണ് അതിന്റെ വേറൊരു ചോദ്യം. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് തീർച്ചയായിട്ടും ഇനി ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണോ, ഇനി ബേർഡ് ഹിറ്റ് ആണോ, ബേർഡ് ഹിറ്റ് ഉണ്ടെങ്കിലും രണ്ട് എഞ്ചിനിലും ബേർഡ് ഹിറ്റ് നടന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ അതിനെ വേറെ ഒരു റീസണും ഞാൻ റൂൾ ഔട്ട് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. പക്ഷെ നമ്മൾ അതിനെ സ്പെക്കുലേഷനോ അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി തിയറീസിലൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മളെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വെച്ചിട്ട് പല കാര്യങ്ങളും നമ്മളെ ചുറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വിഴിഞ്ഞത്തിന് അടുപ്പിച്ച് ഈ ഒരു ഏരിയയിൽ രണ്ട് ഷിപ്പ് പെട്ടെന്ന് അതിനകത്ത് ആക്സിഡന്റ്സ് പറ്റി. ഒരു ഷിപ്പില് അത് എന്താണ് സാധനം എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ കത്തുകയാണ്. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെറും കോയിൻസിഡൻസ് ആണോ അതോ സ്വാഭാവികമായിട്ട് നടന്നതാണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ആൻസറും കിട്ടും നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഞാൻ ഒരു പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു കാര്യവശാലും ഒരു കാരണവും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് ശ്രീ മഞ്ജുഷ്. അത് ഇനി ഏവിയേഷൻ എക്സ്പേർട്സ് അതിനകത്ത് എനിക്കറിയാം അതിന്റെ ഒരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് ബ്ലാക്ക് ബോക്സിനെ നന്നായിട്ട് പഠിച്ച് ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സിനെയൊക്കെ ശ്രദ്ധയോടെ പഠിച്ചിട്ട് മാത്രമേ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഇതിൽ വരുത്തുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പം, അതിന്റെ വിഷ്വൽസ് കാണുമ്പം, ഇതിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പം, ഇതിന്റെ കാപ്പബിലിറ്റി വെച്ച് നോക്കുമ്പം, പൈലറ്റ്സിന്റെ കാപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ധാരാളം ആശുപത്രിയിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ ദൃശ്യം കൂടി കാണുന്നുണ്ട്. രമേശ് കുമാർ എന്നയാളാണ് രക്ഷപ്പെട്ടത്. നേരത്തെ അദ്ദേഹം നടന്നു പോകുന്ന ദൃശ്യവും ഉണ്ടായിരുന്നു.